ഞാൻ എപ്പോൾ കാലം വന്നിക്കണ് ചെടുക്ക പോയത്. അപ്പൊ നമ്മൾ അൻഷിഫിന്റെ വീട്ടിൽ അച്ചാറ് വാങ്ങാൻ വന്നാട്ടോ. അൻഷിഫ് ഒരു രക്ഷയില്ല കേട്ടോ. അത് വേറെ എന്തായാലും ഉഷാറാവട്ടെ. ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി വീഡിയോ ആണ് മക്കളെ, ഒരു രക്ഷയില്ല. ഒരു പാട്ടടിക്ക രണ്ടാളും. പാവായിരിക്കല്ലേ. ഒരു അമ്പിളിച്ചേലില്ല പാടിക്ക. ഒരു അമ്പിളിച്ചേലില്ല പാട്. ഇങ്ങോട്ട് ഇത് വിൽക്കണ ആളാഞ്ഞു കേട്ടോ. ഇതിലേതാനും അഞ്ചത് ഏത് കൊടുക്കല്ലേ. ഇപ്പൊ ചിഞ്ചുവാണ് ഇതിന്റെ ആള് കേട്ടോ. ഇതിന്റെ ടീച്ചർ ചിഞ്ചുവാണ്. ഓക്കിപ്പോ ഒന്നിനും സമയമല്ല കണ്ടോ. അത് ഫുള്ള് കുഞ്ഞോളും ഉണ്ടല്ലേ. ഉമ്മ ഉണ്ടാക്കി തരാ. നിങ്ങള് ഇത് വിൽക്കുക. അത് നല്ല പണിയാണ്. പുറത്തേക്കൊന്നും പോകണ്ടല്ലോ. നമ്മളെ പെരയിൽ ഇരുന്നാണ്ട് അനുവിന് ഇടയ്ക്കൊക്കെ ചായക്കടിയും കൂട്ടാം, അച്ചാറ്. അതാണ് അതിൽ പറയുന്നത്. ഇപ്പം നല്ല അടിപൊളി ജ്യൂസൊക്കെ കൊടുക്കുന്നത് നിങ്ങൾ കേട്ടോ. അപ്പോൾ മക്കളെ ഞാൻ ഇതിന്ന് രണ്ടെണ്ണാട്ട് എടുക്കണത്. എനിക്കില്ലത് റെഡി. ജ്യൂസിലേലും വേണ്ടല്ലോ ഈ അച്ചാറേ. ചോറ്റക്ക് മാത്രല്ല കഞ്ഞിക്കും അതാണ് ചായക്കടിക്ക് വരെ കൂട്ടാന്നാണ് ഞാൻ കൊണ്ടോയൊക്കെ തന്നെ. എന്നിട്ട് എനിക്ക് വന്നിട്ടില്ല കേട്ടോ. എനിക്ക് തുടങ്ങിയല്ലേ അല്ലേ മക്കളെ. ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് ഒരു സാമ്പിൾ വെക്കാൻ തന്നു. എന്താ ടേസ്റ്റ് എന്നോ. അപ്പോൾ അച്ചാർ വേണ്ടിയവരൊക്കെ ഓർഡർ ചെയ്തോളി കേട്ടോ. കുഞ്ഞോളും ചിഞ്ചു ഇതിനായിട്ടുണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. എന്തിനാ നിങ്ങൾ ഇങ്ങനെ പൈസ ഉണ്ടാക്കണം? കുറച്ച് പൈസ അടിക്കഞ്ചോ. കുറച്ച് പൈസ അവിടെ അലമാരിയില വെച്ചിക്കണത്. എത്താടാ അത്? ആരും തിന്നളങ്ങൾ അറിയവനെ. ഞാൻ എപ്പോൾ കാലം വന്നിക്കണ് ചെടുക്ക പോയത്. ഇതൊക്കെ എന്താ സുബാനുള്ള. അഞ്ചിലാറ് രണ്ടായിട്ട് വലിപ്പോട്ട് അടിയുണ്ടല്ലോ. അതത് തന്നെ അതല്ലത്. എല്ലാരും പറയണ്ട് ഞാൻ ചൊറുക്ക് കുടിക്കണേ. ജിബ്രാന്റെ മാതിരിയോ? എന്റെ മാതിരി ഞാൻ ചൊറുക്ക് കുടിക്കണ. മേടൊക്കെ ചെന്തൊക്കെ തരുന്നു. അതുണ്ടോ. ഞാൻ ചക്കക്കും പിന്നെ അച്ചാറിനും വന്നാട്ടോ. അതായത് എല്ലാവർക്കും ഒന്നും ഇവിടെ ചക്കല്ല. ഇതൊക്കെ ഒരു ആളെ ഓരോരുത്തർക്കും ഇല്ലേ പേര് എഴുതി വെച്ചിക്കണില്ലേ. ഒന്ന് കുഞ്ഞുണ്ണി, ഒന്ന് ചിഞ്ചു, അങ്ങനെ എഴുതി വെച്ചിക്കണ കേട്ടോ. കാര്യപ്പെട്ടവർക്കുള്ളൂ. പിന്നെ അച്ചാറും വാങ്ങിക്കണം. അച്ചാറ് 1 കിലോൻ്റെ 2 വാങ്ങിക്കണത്. അപ്പം അച്ചാറ് വാങ്ങാൻ വന്നോളിട്ട് എല്ലാവരും. നല്ല പൈസ നോക്കിയില്ല. 1000 ഉറുപ്പ്യ ഉള്ളവരോ. അതിന് എത്ര നയിപ്പുണ്ട്. നല്ല നെജ്ജ് വേറാക്കണം, എല്ല് വേറാക്കണം, അതിൽ ഇടണം. വേണ്ടേ? ഇഞ്ഞും വേണം ചെയ്യാം. അത് കൊണ്ടുപോയോക്കട്ടെ. എന്താ പിന്നെ ഇപ്പൊ പച്ച മാത്രല്ല കേട്ടോ മക്കളെ. ഞാൻ പൂത്തും കൊണ്ടുപോണ്ട്. ഒരു ദിവസം വന്നപ്പോ ഇവര് ചക്ക തന്നു. പിന്നെ അതിനാലെ ഒരു കുടുങ്ങി. ഇല്ല അപ്പൊ ഇതൊക്കെ ഉപകാരല്ലേ. മാസം മാസപ്പാക്കേ പൈസ കൊടുക്കണം കേട്ടോ. ആ ഉപകാരം ഉണ്ടായിക്കോട്ടെ. കൊടുക്കണം. തരലുണ്ടോ? നിങ്ങൾ ഓട്ടോറിക്ഷ വിൽക്കണം. ഞാൻ ഓട്ടോറിക്ഷ പോകണ്ട. ഞാനേ വാണിയമ്പലത്തുനിന്ന് കാണും കേട്ടോ. പക്ഷെ എന്നോട് മെയിൻ ചെയ്യൂല. ആ ആളാണിത്. അപ്പൊ എന്താ നിങ്ങളുടെ ഇങ്ങോട്ട് അറിഞ്ഞ പെണ്ണുങ്ങൾക്ക് ഇഷ്ടമല്ല. അപ്പൊ നിങ്ങളപ്പാക്ക് വേറെ ലൈൻ ഉണ്ടോ? നിങ്ങളല്ലാതെ ലൈൻ ഉണ്ടോ? ആ ലൈൻ ഉണ്ടായിട്ടല്ല. ഇത് ക്യാമറ ഓൺ ആക്കി അങ്ങനെയാണില്ലേ. ഞാൻ നാളെ ഇങ്ങോട്ടൊക്കെ ഇതാരാ ജറിഞ്ഞ്. അപ്പോൾ അൻഷിഫിൻ്റെ വീട്ടിലേക്ക് ഞാൻ അച്ചാർ വാങ്ങാൻ വന്നതാണ് കേട്ടോ. മറ്റന്നാൾ പെരുന്നാളല്ലേ. അപ്പോൾ നമ്മുടെ ആയുഷ്മാൻ്റെ അച്ചാറൊന്ന് കഴിക്കട്ടെ വിചാരിച്ച് വന്നതാണ്. ഒരു രക്ഷയില്ല. 2 കുപ്പി ഞാൻ കൊണ്ടുപോകാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു കുപ്പി പൊട്ടിച്ച് എനിക്ക് സാമ്പിൾ വെക്കാൻ തന്നു. മക്കളെ ഒരു രക്ഷയില്ല കേട്ടോ. വേണ്ടതിലൊക്കെ പെട്ടെന്ന് വന്നോളിയും. കുറേ ദിവസമായിട്ടോ ഈ അച്ചാർ വാങ്ങാനും അവൻ്റെ വീട്ടിലേക്ക് പോകണമെന്ന് വിചാരിക്കണം. അതേതായാലും ഇന്ന് സാധിച്ചിക്കണ്. അൽഹംദുലില്ലാ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത അച്ചാറാണ് കേട്ടോ. നമുക്ക് എൻ്റെ മക്കളെ ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ അല്ലെങ്കിൽ തന്നെ അച്ചാറിൻ്റെ ഒരാളുമാണ്. ഇനി കൂട്ടാണ്ടാക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. കാരണം ഇത് ബീഫ് അച്ചാറാണ്. അപ്പൊ എല്ലാരും ഓടി വന്നോളി. വെള്ളിയാഴ്ച ബീഫ് വാങ്ങണ്ടേ? അതിനുള്ളൊക്കെ നോക്കാം. വെള്ളിയാഴ്ച ബീഫ് വാങ്ങണ്ടല്ലേ? മറക്കൂല കേട്ടോ. ഫ്രീ വേണം. അത് വേറെ കാര്യം. എന്തായാലും ഉഷാറാവട്ടെ കേട്ടോ.
കേരള സത്യം പറഞ്ഞാൽ മതി, അല്ലാതെ വെറുതെ പുകഴ്ത്താൻ നിൽക്കണ്ട. സത്യാവസ്ഥ പറഞ്ഞാൽ മതി. കഴിച്ചു നോക്കിയിട്ട് എന്താ മട്ടം? അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ ആ അപ്പൊ നമ്മൾ അൻഷിഫിന്റെ വീട്ടിൽ അച്ചാറ് വാങ്ങാൻ വന്നാട്ടോ. അൻഷിഫ് ഒരു രക്ഷയില്ല കേട്ടോ, ഉഷാറാണ്. എന്താ വർത്താനൊക്കെ? ഞാൻ വന്നപ്പോ കുഞ്ഞോളും ചിഞ്ചും ഉമ്മിപ്പന്നുള്ളൂ. ഇനി ഇജ്ജ് ഇവിടെ അല്ലേ? ഞാനും ഉണ്ട്. എനിക്ക് ഭയങ്കര ബിസിയാണ് അല്ലേ? അങ്ങോട്ടൊക്കെയാണ് അല്ലേ? കാനഡ ഒക്കെ സാധനം എത്തിച്ചു കൊടുക്കണ്ടേ. ഏതായാലും വിജയിക്കട്ടെ. ഫ്ലൈറ്റ് എടുത്ത് പോവല്ല, സാധനം കൊറിയർ ഓഫീസിൽ അതൊരു പണി തന്നെയാണ്, നല്ല പണിയാണ്. ഡെയിലി അരക്കിൻ്റെ ഓരോ കിൻ്റെ നമ്മൾ പോയി കൊടുക്കണ്ടേ. മക്കളെ ഇവിടെ വന്നപ്പോഴല്ലേ അടുപ്പും ചട്ടിയൊക്കെ കണ്ട് ഞാൻ അന്തം വിട്ടു. അപ്പൊ എത്ര ഇത് ഉണ്ടാക്കണല്ലേ കിന്റെ പരിപാടിയാണ്. വിജയിക്കട്ടെ. ഏതായാലും നമ്മളടുത്ത് കൂടുതൽ നമ്മളെ സ്ഥിരം കസ്റ്റമറായി മാറുന്നത്. അത് 250 വാങ്ങിയാലും പിന്നെ 1 കിലോ 2 കിലോ ഒക്കെയാണ് വാങ്ങുന്നത്. അങ്ങനെയാണല്ലേ? ഗൾഫിൽ കൊടുക്കാനോ ഇതിനൊക്കെ എന്തായാലും ഒക്കെ ഓക്കെയാണ് ഇപ്പൊ. ഓക്കെയാണ് അല്ലേ? ഏതായാലും ഉഷാറാവട്ടെ. അപ്പൊ ആദ്യം അതാ തിന്നണ സ്പൂൺ കൊണ്ടൊക്കെ. എവിടുന്ന് സ്പൂൺ ഒപ്പിച്ചതാവോ? എന്റെ കയ്യിലാണ് ഈ സ്പൂണ്. അതല്ലേ? പിന്നെന്താ വർത്താനം? പെരുന്നാൾക്ക് കൊടുത്തോ? പെരുന്നാള് മറ്റന്നാളല്ലേ, നാളെ പോയി എടുക്കണം. ഇതുവരെ എടുത്തിട്ടില്ല. എന്താ പച്ച്? അതിന് അച്ചാറല്ലേ? അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നാളെ പുതിയൊരു വീഡിയോ വീണ്ടും വരും കേട്ടോ. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.